ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പം നിങ്ങൾക്കൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ഇടണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും, ഒട്ടുമിക്ക ആൾക്കാർക്കും, എല്ലാവർക്കൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ഒട്ടുമിക്ക ആൾക്കാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്കധികം ലേറ്റ് ആക്കാത്ത വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉള്ള പ്രോബ്ലമാണ് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡിസ്കളറേഷൻ, അതുപോലെ തന്നെ ടാന്. ഏറ്റവും മെയിനായിട്ട് ടാന്. അപ്പോൾ ഈ ടാന് വരുന്നത് നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പം നന്നായിട്ട്, ഇപ്പോഴത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര ചൂടാണ്. നമ്മളിപ്പോൾ പുറത്തൊന്നും പോയില്ല എങ്കിലും വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ മൂലം നമുക്കൊരു ടാനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ടാൻ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ടാന് മാറ്റാനുള്ള ഒരു അടിപൊളി ഓർഗാനിക് മീൻസ് ഒരു ആയുർവേദിക് സൊല്യൂഷനായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കധികം ചളവള വർത്താനം പറയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ ടാനൊക്കെ മാറുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ്. ഓസോണിൻ്റെ ഡീടാൻ ഫേഷ്യൽ ക്ലെൻസർ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പരിധിവരെ നമുക്ക് ടാൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പാർലറിലൊക്കെ പോയിട്ട് ഈ ഡീടാനൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു രീതിയിൽ എമൗണ്ട് ആവും കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഒക്കെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് സൺ ടാൻ റിമൂവ് ചെയ്യാനുള്ള ടാനിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ അവർ നല്ല രീതിയിലൊരു എമൗണ്ടാണ് പറഞ്ഞിട്ടുണ്ടായത്. അതും വൺ ടൈം ഒന്നും ചെയ്താൽ പോരാ. പക്ഷേ ഈ ഒരു 690 പ്രോഡക്റ്റ് നമ്മൾ വീട്ടിൽ വാങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഒരു 3-4 മാസമൊക്കെ നമുക്ക് ഇതുപോലെ ടാൻ വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് കോസ്റ്റ് എഫക്റ്റീവുമാണ്, നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ്, പിന്നെ ഓർഗാനിക് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്, ആയുർവേദിക് പ്രൊഡക്റ്റും കൂടിയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് വർക്കായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിങ്ങനെ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. ഓരോ പ്രോബ്ലംസ് മീൻസ് ഡിസ്കളറേഷൻ, അതുപോലെ തന്നെ ടാന്, പിന്നെ മുഖക്കുരു, സ്കാർസ്, ഇതിനൊക്കെ സൊല്യൂഷൻ ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വലിയ നല്ലൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വർക്കായിട്ടുള്ള കാര്യങ്ങളല്ലേ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂ. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വർക്കായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാകുന്നത് എനിക്കറിയില്ല. ഇവിടെ മെയിനായിട്ട് ഈ ഒരു സ്ഥലത്ത് ഇവിടെയൊക്കെ ആയിട്ട് എനിക്ക് നല്ല രീതിയിൽ ടാൻ അടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വെച്ചാൽ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ, ചൂട് കൊണ്ടു കഴിഞ്ഞാൽ അപ്പം ടാൻ വരുന്ന ഒരു സ്കിൻ ടൈപ്പ് ആണിത്. അപ്പോൾ എനിക്കൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ്. ഓസോണിൻ്റെ ഒരു ആയുർവേദിക് പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ കിഡ്നി അടിച്ചു പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ ഭയങ്കര കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിനാണ് അങ്ങനത്തൊക്കെ ഇഷ്യൂ വരുന്നത്. ഇത് കംപ്ലീറ്റ്ലി ആയുർവേദിക് പ്രൊഡക്റ്റാണ് കേട്ടോ. ഓസോൺ ഡീടാൻ ഫേഷ്യൽ ക്ലെൻസർ എന്നത് പറയാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് അടങ്ങിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഷിയ ബട്ടറൊക്കെ ഇല്ലേ, ഷിയ ബട്ടർ, കുക്കുംബർ, അതുപോലെ തന്നെ നമ്മുടെ മിൽക്ക്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഏത് പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങി യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ സൈഡിൽ, അതിൻ്റെ പുറകുവശത്ത് എഴുതിയിട്ടുണ്ടാവും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ ആഡ് ആക്കിയിട്ടുള്ളതെന്ന്. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. കാരണം നമ്മുടെ ശരീരത്തിനൊരു ബാഡായിട്ട് വരുന്ന പല കണ്ടന്റും അതിൻ്റെ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ മാക്സിമം അങ്ങനത്തെ പ്രൊഡക്റ്റ് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് മാക്സിമം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഉള്ളത് അത് നോക്കിയിട്ട് മാത്രം പ്രൊഡക്റ്റ് എടുക്കുക. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 660 രൂപയാണ്. അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. പക്ഷേ കോസ്റ്റ്ലി ആണെങ്കിലും നമുക്കിത് വൺ ടൈം യൂസ് അല്ല, നമുക്ക് ഏകദേശം ഒരു 3-4 മാസമൊക്കെ ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പോൾ ഇപ്പം ഞാൻ ഫേസിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് ഞാൻ ഇത് കാണിച്ചു തരേണ്ടതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫേസ് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം, ഒരു ഫേസ് വാഷ് ഇട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഫേസിൽ ഇതുപോലെ എല്ലാ സ്ഥലത്തും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കുറച്ചെടുത്തിട്ട് ഒരുപാട് തിക്നെസ്സിലായിട്ട് അപ്ലൈ ചെയ്യണ്ട. അത്യാവശ്യം ഒരു ലൈറ്റ് ലെയർ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ സ്മെല്ല് തന്നെ നമുക്കൊരു നല്ലൊരു ലെമണിൻ്റെ സ്മെല്ലാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് നമുക്ക് അത്ര ചില ആൾക്കാർക്ക് ചില സ്മെല്ലൊക്കെ തലവേദന എടുക്കുന്ന ടൈപ്പ് സ്മെല്ലായിരിക്കും. ഇതിന് അങ്ങനത്തെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നല്ലൊരു മൈൽഡായിട്ടുള്ളൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. നമ്മുടെ ഒരു ലെമണിൻ്റെ സ്മെല്ലൊന്നും ആർക്കും ഇഷ്ടപ്പെടാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലെമണിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് വരുന്നത്. അപ്പം ഞാനൊന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം.
അപ്പോൾ അതാ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതായത് നമ്മുടെ ഫേസിൽ ഇതൊന്ന് സെറ്റ് ആവണം. അതിനുശേഷം നമുക്ക് ഒന്നിക്കിൽ നമുക്കൊരു നല്ലൊരു ക്ലീനായ ക്ലോത്ത് വെച്ചിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്കൊന്ന് നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് വൈപ്പ് ചെയ്ത് കളയാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് ഫേസിൽ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്യാം. ഞാനൊരു കപ്പിൽ കുറച്ച് വെള്ളവും അതുപോലെ തന്നെ ഒരു ക്ലീനായ ഒരു ടവലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് വൈപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നമുക്കങ്ങനെ എന്താ പറയുക, ഫേസ് വാഷ് ചെയ്തിട്ട് തന്നെ എടുക്കണമെന്നില്ല. നമുക്കിത് ഇതുപോലെ നല്ലൊരു ക്ലീനായിട്ട് ടവൽ വെച്ച് വൈപ്പ് ചെയ്തെടുക്കാം ഇങ്ങനെ. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫേസിലൊന്നും തന്നെ ഇട്ടിട്ടില്ല. അപ്പം നമ്മുടെ നാച്ചുറലായിട്ട് മുന്നത്തെ ആ ഒരു ഇത് കാണുമ്പോഴും ഇപ്പോഴത്തെ ഇത് കാണുമ്പോഴും നിങ്ങൾക്ക് ചെറിയൊരു വ്യത്യാസം, എത്രത്തോളം ക്യാമറയിൽ വിസിബിളാണെന്ന് എനിക്കറിയില്ല, എന്നാലും ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് നല്ല രീതിയിൽ ഒരു വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് നമുക്ക് ഫസ്റ്റ് യൂസ് തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മുടെ ഫേസ് അത്രയും നല്ലൊരു സോഫ്റ്റ് ആയ പോലെയും അതുപോലെ തന്നെ നല്ലൊരു ഇവിടെയൊക്കെയുള്ള ഒരു കുറച്ചൊരു വൈറ്റ്നെസ് വന്നൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ടാന് വരുമ്പോഴൊക്കെ നമ്മളിത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പം ഒരു 1 മന്ത് ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലൊരു വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് നമുക്ക് നമ്മുടെ ഫേസിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഭയങ്കര ഒരു വലിയ കോസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിത് വാങ്ങി യൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മളൊരു ചെറിയൊരു ടോപ്പൊക്കെ വാങ്ങുന്ന ഒരു റേറ്റ് ഒക്കെ അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊരു 690 വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 2-3 മന്തൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് പറയണം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇതിന് കുറ്റങ്ങൾ പറയാനും കുറവുകൾ പറയാനൊക്കെ ഒരുപാട് ആളുണ്ടാവും. പക്ഷെ നമ്മളെ എക്സ്പീരിയൻസിലൂടെ പറയുമ്പോൾ മാത്രമേ നമ്മളത് കറക്റ്റ് ഒരു എന്താ പറയുക, ഒരു ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടമുള്ളവർ വാങ്ങി യൂസ് ചെയ്യുക. ആരോട് ഞാൻ കമ്പനി ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വാങ്ങി യൂസ് ചെയ്ത് എനിക്ക് 100% വർക്കായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങുക, യൂസ് ചെയ്യുക. അപ്പോൾ വാങ്ങി യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.